നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. മാണി സി കാപ്പൻ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുമോ? ജോസ് കെ മാണി UDF-ലെത്തുകയും പാലാ സീറ്റ് മാണി സി കാപ്പനിൽ നിന്ന് എടുത്ത് UDF ജോസ് കെ മാണിക്ക് നൽകുകയും ചെയ്താൽ, ജോസ് കെ മാണി അവിടെ മത്സരിക്കുകയും ചെയ്താൽ മാണി സി കാപ്പൻ ഉറപ്പായിട്ടും LDF സ്ഥാനാർത്ഥിയായി പാലായിൽ രംഗപ്രവേശനം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. മാണി സി കാപ്പന് ഇടതുമുന്നണി സ്ഥാനാർത്ഥിത്വം നൽകും. കാരണം ജോസ് കെ മാണി തങ്ങളോട് നന്ദികേട് കാണിക്കുകയാണെങ്കിൽ അതിന് തക്കതായ തിരിച്ചടി നൽകുമെന്ന കാര്യത്തിൽ ഇടതുമുന്നണി ഉറപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ജോസ് കെ മാണി UDF-ലേക്ക് പോവുകയും കേരള കോൺഗ്രസിനെ LDF-ൽ നിന്ന് വിടർത്തിക്കൊണ്ട് പോവുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നാൽ ഒരു സംശയവും വേണ്ട, മാണി സി കാപ്പനെ ഇടതുമുന്നണിയിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ ഇടതുമുന്നണിയിലേക്ക് കൊണ്ടുവന്ന് പാലാ സീറ്റ് അദ്ദേഹത്തിന് നൽകും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം നേരത്തെ തന്നെ CPM-മായി നല്ല അടുത്ത ബന്ധത്തിലുള്ള ആളാണ് മാണി സി കാപ്പൻ. ഇടതുമുന്നണിയുടെ സംസ്ഥാന സമിതിയിലൊക്കെ ഉണ്ടായിരുന്ന പിണറായി വിജയനുമായി വ്യക്തിപരമായി സ്നേഹബന്ധമുള്ള ആൾ കൂടിയാണ്, അല്ലെങ്കിൽ വ്യക്തിപരമായി സൗഹൃദമുള്ള ആൾ കൂടിയാണ് സിനിമാ നിർമ്മാതാവ് കൂടിയായ മാണി സി കാപ്പൻ. അതുകൊണ്ട് മാണി സി കാപ്പന് മത്സരിക്കാനൊരു സീറ്റ് കൊടുക്കുന്ന കാര്യത്തിൽ പിണറായി വിജയന് തെല്ലും എതിർപ്പുണ്ടാകാൻ ഇടയില്ല. പാല എന്നത് തൻ്റെ സീറ്റാണെന്നും UDF-ൽ പാല തനിക്കാണ് നൽകിയിരിക്കുന്നതെന്നും ജോസ് കെ മാണി വന്നതുകൊണ്ട് പാലാ സീറ്റ് വിട്ടുകൊടുക്കേണ്ട സാഹചര്യമൊന്നും ഇല്ലെന്നുമാണ് മാണി സി കാപ്പൻ പറയുന്നത്. ജോസ് കെ മാണിക്ക് വേണമെങ്കിൽ കടത്തുരുത്തിയിലോ അല്ലെങ്കിൽ കാഞ്ഞിരപ്പള്ളിയിലോ ഏറ്റുമാനൂരോ എവിടെയെങ്കിലും മത്സരിക്കാം, അല്ലെങ്കിൽ ചങ്ങനാശ്ശേരിയിലോ പൂഞ്ഞാറോ ജോസ് കെ മാണിക്ക് മത്സരിക്കാം. കാരണം കേരള കോൺഗ്രസിന് 4-5 സീറ്റുകൾ കോട്ടയം ജില്ലയിൽ തന്നെയുണ്ട്. പിന്നെ എന്തിനാണ് തൻ്റെ നിന്ന് പാല തട്ടിപ്പറിച്ച് UDF-ലേക്ക് വന്ന തൻ്റെ നിന്ന് പാല തട്ടിപ്പറിച്ച് ജോസ് കെ മാണിക്ക് കൊടുക്കേണ്ട കാര്യം? താൻ പാലയിൽ നിന്ന് നല്ല വോട്ടിന് ജോസ് കെ മാണി തോൽപ്പിച്ച് തന്നെയല്ലേ വിജയിച്ചത് എന്നാണ് മാണി സി കാപ്പൻ ചോദിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ മാണി സി കാപ്പൻ ഇടതുമുന്നണിയിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇടതുമുന്നണിയും മാണി സി കാപ്പനെ സ്വീകരിക്കുകയും പാലയിൽ അദ്ദേഹത്തിന് സീറ്റ് നൽകുകയും ചെയ്യും. പാലയിൽ ജോസ് കെ മാണിക്ക് പറയും പോലെ കാര്യങ്ങൾ എളുപ്പമല്ല. ജോസ് കെ മാണിയോട് കടുത്ത എതിർപ്പ് ഇപ്പോഴും പാലയിലുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം LDF-ൽ നിന്നാലും UDF-ൽ നിന്നാലും അവിടെ ജയിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഇത് മാണി സി കാപ്പനും CPM-നും നന്നായി അറിയാം, കോൺഗ്രസിനും നന്നായി അറിയാം. UDF-ലേക്ക് ജോസ് കെ മാണിയെ കൊണ്ടുവന്ന് പാലയെ തോൽപ്പിച്ച് അദ്ദേഹത്തിൻ്റെ കട്ടയും പടവും മടക്കുക എന്നതാണ്, അല്ലെങ്കിൽ മടക്കാനുള്ള തന്ത്രമാണോ കോൺഗ്രസും UDF-ഉം പ്രയോഗിക്കുന്നതെന്ന് പോലും സംശയിക്കുന്നവരുണ്ട്. പാലായിലേക്ക് ജോസ് കെ മാണിയെ UDF സ്ഥാനാർത്ഥിയായി കൊണ്ടുവന്ന് അദ്ദേഹത്തെ അവിടെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ LDF-ൽ നിന്നപ്പോഴും UDF-ൽ നിന്നപ്പോഴും ജോസ് കെ മാണി തോറ്റു എന്നുള്ള ഒരു പ്രചരണം നടത്തി ആ പാലാ സീറ്റ് എന്നേക്കുമായി കോൺഗ്രസിൻ്റെ കയ്യിലാക്കാനുള്ള കോൺഗ്രസ് നേതാക്കളുടെ തന്ത്രമാണോ എന്നൊക്കെ ഇവർ വിചാരിക്കുന്നുണ്ട്. കേരള കോൺഗ്രസിലെ പല നേതാക്കളും, ജോസ് കെ മാണിയുടെ അടുപ്പമുള്ള പല നേതാക്കളും ഇത്തരത്തിലുള്ള സൂചന ജോസ് കെ മാണിക്ക് നൽകിയിട്ടുമുണ്ട്. ഏതായാലും മാണി സി കാപ്പൻ ഒരു കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞു. പാലാ സീറ്റ് UDF-ലേക്ക് ജോസ് കെ മാണി പോവുകയും പാലാ സീറ്റ് UDF ജോസ് മോന് കൊടുക്കുകയും ചെയ്താൽ പിന്നെ താൻ എന്തിന് UDF-ൽ നിൽക്കണം? ആ നിമിഷം താൻ UDF ഇടും, LDF-നൊപ്പം പോകും. LDF സ്ഥാനാർത്ഥിയായി പാലയിൽ നിന്ന് താൻ മത്സരിക്കും, വിജയിക്കും. ഇനി 3ാം പിണറായി സർക്കാർ വന്നാൽ താൻ അവിടെ നിന്ന് മന്ത്രിയാകുമെന്ന് വരെ മാണി സി കാപ്പൻ തൻ്റെ പല അടുത്ത സുഹൃത്തുക്കളോടും പറഞ്ഞു കഴിഞ്ഞെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ജോസ് കെ മാണി UDF-ലെത്തിയാൽ പാലാ സീറ്റിനെ സംബന്ധിച്ച് കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല. മാണി സി കാപ്പൻ അത് വിട്ടുകൊടുക്കാതിരിക്കാൻ അദ്ദേഹം പരമാവധി ശ്രമിക്കും. ഇനി വിട്ടുകൊടുക്കേണ്ടി ഘട്ടം വന്നാൽ അദ്ദേഹം ഇടതുമുന്നണിയിലേക്ക് പോകുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല.